ഈ സിനിമയുടെ സംവിധായകൻ ബേസിലിൻ്റെ സൂചിയായിട്ട് മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ്. സിജു സണ്ണി അവനാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ശിവനും സിജുവും ഒക്കെ. അതുപോലെ തന്നെ ഇവർ കാസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ബേസിലും സുരേഷ് ചേട്ടനും ബാബു ചേട്ടനും ഒക്കെയാണ്. ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരിക്കും വലിയ സിനിമയൊന്നുമല്ല, ഒരു നല്ല രസമുള്ള ഒരു എന്തെങ്കിലും രീതിയിൽ യുണീക്ക് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുണീക്നെസ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഹ്യൂമറാണ് കൂടുതലും ഉണ്ടാവുക. അങ്ങനെ ഒരു ഡാർക്ക് ഹ്യൂമർ, ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന ഒരു കണക്കിൽപ്പെടുത്താവുന്ന മൂവീസാണ്. ആ സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ സിനിമ കാണാനായിട്ട് പ്രേക്ഷകരുടെ തിയേറ്ററിലേക്ക് വരും. തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് തന്നെ അതിന് മാസമാണെന്ന് നമ്മൾ പറയുന്നില്ല കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു മാസ് മസാല എൻ്റർടൈനർ അല്ല, പക്ഷെ എൻ്റർടൈനറാണ്. അത് തന്നെയാണ് വേറെ വല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാപ്പ് കിട്ടിയാൽ ഇതിലൊന്നും ചെയ്യാം. ഇതിലാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും ചോദിച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് ഞാനങ്ങനെ കുത്തിക്കേറ്റില്ല. അല്ല, ഇതിലിപ്പം ഈ ബേസിൽ ടോവിനോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഹിറ്റ് കോംബോയാണ്. പക്ഷേ അങ്ങനെ മറ്റൊരു ക്യാരക്ടറോ ഒന്നും എനിക്ക് മറ്റൊരു ക്യാരക്ടർ ഇല്ല. ഞാൻ പ്രൊഡ്യൂസറായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അപ്പോഴും കോംബോ ആണല്ലോ. ബേസിൽ ടോവിനോ കോംബോ ആണല്ലോ. മിന്നൽ മുരളി ഹിറ്റ് പോലെയൊക്കെ തന്നെ ഇതും ഒരു ഹിറ്റ് പ്രതീക്ഷിക്കാം. ഇത് അങ്ങനെ ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഹിറ്റാവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ഭയങ്കര കുറേ നല്ല എന്താ പറയുക, എനിക്ക് ത്രൂ ഔട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഷൂട്ട് തുടങ്ങുന്നത് ഈ മാസം 20-ാം തീയതി ലൊക്കേഷനൊക്കെ ഇവിടെ തന്നെയാണ്. അത് ഇവിടെ പരിസരങ്ങളല്ല, എറണാകുളം തന്നെ. ഇപ്പോൾ ഐഡന്റിറ്റി ഇന്നലെ കഴിഞ്ഞു, മൊത്തം ഷൂട്ടും കഴിഞ്ഞു. ഡിസംബറിൽ തുടങ്ങിയതാണ്, ഇന്നലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് 2 സ്കെച്ചുകളുണ്ട് ഗുജറാത്തിൽ. അപ്ഡേറ്റ് എന്തെങ്കിലും ആയോ? ഓണത്തിനും ഉണ്ടാവും സിനിമ. ഞാനിപ്പോൾ അതിൻ്റെ ഷൂട്ടിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയി എല്ലാം ഒന്ന് മനസ്സിലാക്കി തിരിച്ച് വന്നിട്ട് അപ്ഡേറ്റുകൾ തരാം. ഇപ്പം അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ അങ്ങോട്ടാണ്. ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ഭയങ്കര എങ്ങാവുന്നൊരു ലുക്കാണല്ലോ. രാവിലെ തന്നെ ഏതെങ്കിലും പടത്തിൻ്റെ ലുക്കാണോ? ഏതെങ്കിലും പടത്തിൻ്റെ ലുക്കല്ല. എനിക്ക് എങ്ങനെയിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെയുള്ളതല്ല. എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള തന്നെയും ഇഷ്ടമാണ്, കാടി വെച്ചിട്ടുള്ള തന്നെയും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യം വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി സിനിമയുടെ സീന് വേണ്ടിയിട്ടാണ് ട്രിം ചെയ്തത്. പക്ഷെ അങ്ങനെ ഞങ്ങളൊന്നും ആയിട്ടില്ല. നോക്കി പിന്നെ അതേപോലെ ടൊവിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വണ്ടി എടുത്തതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം
ടോവിയുടെ വണ്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ട്? അല്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഞാനതെടുത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഞാനൊക്കെ സിനിമയിൽ വരുന്നതിനേക്കാൾ എത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടന. അവിടെ നമുക്ക് അത് ഒരുപാട് പേരെ സ്വീകരിച്ചിട്ട് വരാൻ പറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നടത്തണം ഉണ്ടായിരുന്നു. അതിനനുബന്ധിച്ചിട്ട് ചെറിയൊരു വിവാദമൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു. അത് തീർച്ചയായും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റവരാണല്ലേ ആലുവിനെ കാണാത്തതാ. ഡൈലമ മോൾ പറഞ്ഞു.